കേരളത്തോട് അവഗണനയില്ല എന്ന് മാത്രമല്ല, നിത്യനിദാന ചെലവുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ പോലും കേരളത്തെ സഹായിക്കാൻ സന്നദ്ധമായിട്ടുള്ള സംവിധാനമാണ് കേന്ദ്രത്തിലേത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു പ്രചാരണം വളരെ കൂടി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി അത് ഗൗരവത്തിൽ പരിഗണിച്ചു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ, അനുവദിച്ച ഫണ്ട് സമയത്ത് ലഭ്യമാകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ? ഇല്ലെന്നുള്ളതാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ കേരളത്തിൽ വന്ന കാര്യം വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് കാലാകാലങ്ങളിൽ അനുവദിക്കുന്ന ഫണ്ടിനെ സംബന്ധിച്ച് അത് വിവിധ പദ്ധതികളിലൂടെ ആവട്ടെ, ഗ്രാൻറ്റുകളായിട്ടാവട്ടെ, മറ്റു രീതിയിലുള്ള സഹായങ്ങളായിട്ടാവട്ടെ, വായ്പ അനുവദിക്കുന്ന കാര്യത്തിലാവട്ടെ, ഏതൊക്കെ തരത്തിലാണ് കേരളത്തെ സഹായിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ധവളപത്രം പാർട്ടി പുറത്തിറക്കാൻ ആലോചിച്ചിട്ടുണ്ട്. തികച്ചും നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിലെ പ്രതിപക്ഷം പാർലമെൻറ്റ് നടപടികൾ നിരന്തരമായി തടസ്സപ്പെടുത്തുന്നതാണ് കണ്ടത്. ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ പാർലമെൻറ്റിൻ്റെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ എത്ര സമയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് സമയം നിശ്ചയിക്കുന്നു. ചർച്ചക്കൊടുവിൽ മറുപടി പറയാൻ ലോക്സഭയിൽ പ്രധാനമന്ത്രിയും രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രിയും എന്ന നിലയ്ക്ക് നിശ്ചയിക്കുന്നു. ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു, രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയാൻ സന്നദ്ധനായപ്പോഴേക്കും ബഹളം ആരംഭിക്കുക.